സമസ്തയുടെ 100ാം വാർഷികവും അതിനോട് അനുബന്ധിച്ച് സമസ്ത സംഘടിപ്പിച്ച തെഹിയ ഫണ്ടും അത് കഴിഞ്ഞ് സയ്യിദുൽ ഉലമ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയും ഒക്കെ അതിൻ്റെ വലിയ വിജയവും അതിൻ്റെ വലിയ സ്വീകാര്യതയും കൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സമസ്തയുടെ പ്രവർത്തനങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് അല്ലേ? അങ്ങനെ സമസ്ത വലിയ മുന്നേറ്റം, വലിയ ജൈത്രയാത്ര നടത്തുകയാണ്. ഈ ശതാബ്ദി സന്ദേശയാത്ര വരും ദിവസങ്ങളിൽ അവസാനിക്കുകയാണ്. നമ്മൾ കണ്ടത് എല്ലായിടത്തും വലിയ ആൾക്കൂട്ടവും വലിയ സ്വീകാര്യതയും വലിയ തക്ബീറും മുഴക്കലുകളും ഒക്കെ നമ്മൾ എല്ലായിടത്തും കണ്ടു. നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലാണ് സമസ്തയുടെ മക്കള്. പക്ഷേ അതിനിടയിൽ ചില കോളാമ്പികള് അത് ചിലത് തെക്ക് നിന്ന്, ചിലത് മലബാറിൽ നിന്ന്, ചിലത് വടക്ക് നിന്ന് ഒക്കെ ചില കോളാമ്പികള് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ. എസ്പെഷ്യലി തെഹിയ അത് പ്രഖ്യാപിക്കപ്പെട്ട ആ നിമിഷം മുതൽ ചിലരുടെ കുരുവൊക്കെ വല്ലാതെ പൊട്ടിത്തുടങ്ങിയതാണ്. ഈ തെഹിയയും സമസ്തയും ഒക്കെ വല്ലാതെ വലിച്ചിഴക്കുകയും സമസ്തയെ വല്ലാതെ താറടിച്ച് കാണിക്കാനും പരിഹസിക്കാനും അധിക്ഷേപിക്കാനും ഒക്കെ ഇറങ്ങി തിരിച്ചവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ ഉള്ള ഒരു വ്യക്തിയാണ് അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആ വ്യക്തി. ഇന്ന് ഒരു വളരെ യാദൃശ്ചികമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ഫോട്ടോയാണ് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടത്. അത് തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. 2026 ജനുവരി 3-4 അരീക്കോട്ട് നടക്കുന്ന ഒരു സമ്മേളനം. ആ സമ്മേളനത്തിൽ ഈ തെക്ക് നിന്നുള്ള കോളാമ്പി ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ പല ആളുകളും അതിൽ പങ്കെടുക്കും. പക്ഷെ അതിൽ ആ സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അതിന്റെ സ്റ്റേജിൽ, വേദിയിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഈ തെക്ക് നിന്നുള്ള കോളാമ്പി അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇത്രയും കാലം ഈ കോളാമ്പി തെക്ക് നിന്ന് അല്ലെങ്കിൽ തെക്ക് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഛർദിച്ചു കൊണ്ടിരുന്നപ്പോ നമ്മളൊക്കെ കരുതിയത് അത് വെറും എന്താ പറയേണ്ടത് പേഴ്സണൽ ആയിരിക്കും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇപ്പോ നമുക്ക് ചിലതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ നിന്ന്, ഈ ചിത്രത്തിൽ നിന്ന് പലതും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പല വമ്പൻ സ്രാവുകളുടെയും നിർദ്ദേശമോ അല്ലെങ്കിൽ അറിവോ കൊണ്ട് തന്നെയാണ് ഈ കോളാമ്പി അവിടെ നിന്ന് ഇങ്ങനെ ഛർദിച്ചു കൊണ്ടേയിരുന്നത്. ഇതില് നമുക്ക് പറയാനുള്ളത്, ഈ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേരിൽ തന്നെ, ആ വ്യക്തിയുടെ പേര്, ഇപ്പൊ നമ്മളെല്ലാവരുടെയും ഓരോരുത്തരുടെ പേരുകള് അള്ളാഹു റസൂല് പറഞ്ഞത് എന്താ? പേര് വെക്കുന്നതിന് ചില മാർഗങ്ങളും ചില നിർദ്ദേശങ്ങളും ഒക്കെ അള്ളാഹു റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത്തരത്തില് ഈ അനിൽ മുഹമ്മദ് ഈ പേരിൽ തന്നെ ഒരു ഉണ്ട് അല്ലേ? ഞാൻ ചില വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം അത് വാക്കുകൾ ഉപയോഗിക്കാൻ അറിയാണ്ടല്ല, അത് ഉപയോഗിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടുമല്ല, പക്ഷെ അത് വേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോ ഈ രണ്ട് തോണിയിൽ കാല് വെക്കുന്ന ഒരു ഏർപ്പാട് ഇവന്റെ പേരിൽ തന്നെയുണ്ട്. ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഈ കോളാമ്പിയുടെ പ്രവർത്തനങ്ങളും രണ്ട് തോണിയിലും കാല് വെക്കുന്നവന്റെ പ്രവർത്തനമാണ് എന്ന് നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ ആ സംശയമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉറപ്പിക്കാമെന്ന് ഇവന്റെ പ്രവർത്തികൾ നമ്മുടെ മുന്നിൽ തെളിയിക്കുകയാണ്. അല്ലേ? തെഹിയക്കെതിരെ ഇവൻ വലിയ പ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും പടച്ചുവിട്ടവനായി ഇവൻ. അത് കഴിഞ്ഞ് ശതാബ്ദി സന്ദേശയാത്ര ഇങ്ങനെ കുതിച്ചു കൊണ്ടിരിക്കുമ്പോ അതിൽ കുരുപൊട്ടി അതിനെതിരെ കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നവനായി ഇവൻ. ഇവന്റെ പേര് അനിൽ മുഹമ്മദ്. ആ പേരിൽ തന്നെ രണ്ട് തോണിയിൽ കാല് വെക്കുന്ന മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുകയാണ്. അതവന്റെ പേരിൽ മാത്രമല്ല, ആ പേര് ആരിട്ടാലും ആ പേര് ഇട്ട ആളുടെ അല്ലെങ്കിൽ ആ പേരിനെ
അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇവന്റെ പ്രവർത്തനങ്ങളും അതേ രീതിയിൽ രണ്ട് വള്ളത്തിൽ കാല് വെച്ചുകൊണ്ട് മുനാഫിക്കിന്റെ പണിയാണ് ഇവൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ബയോളജിക്കലി ഒരു മനുഷ്യന് രണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നത്, ഞാൻ അതിന്റെ കഴിഞ്ഞിട്ട് ഈ രണ്ട് കഴിഞ്ഞിട്ട് ഒരു വാക്കുണ്ട് കേട്ടോ, ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. ബയോളജിക്കലി ഒരു മനുഷ്യന് രണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് സാധ്യമുള്ള കാര്യമല്ല. പക്ഷെ പലപ്പോഴും ചിലരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ വിശേഷിപ്പിക്കാൻ പറയാറുണ്ട്, അവന് രണ്ടുണ്ട് എന്ന്. അല്ലെ, അത്തരത്തിലൊരുത്തനാണ് ഈ പറയുന്ന അനിൽ മുഹമ്മദ് എന്ന് പറയുന്നത്. ഇത്തരക്കാര് തെക്കുന്നു മാത്രമല്ല കേട്ടോ, പക്ഷെ ഇത്തരക്കാരെ കൊണ്ടുപിടിച്ച് സമ്മേളനങ്ങളും യോഗങ്ങളും ഒക്കെ നടത്തുന്നവര് സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ പാല് കൊടുത്ത് വളർത്തുന്ന പാമ്പ് അത് നിങ്ങളെ തന്നെ കൊത്തുന്ന ഒരു ഗത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ. ആരൊക്കെ ഏറ്റുപിടിച്ച് കൊണ്ടു നടന്നാലും, എന്തൊക്കെ ബിരുദങ്ങൾ പേരിന്റെ മുന്നിലാണെങ്കിലും പിറകിലാണെങ്കിലും കൂട്ടിച്ചേർക്കപ്പെട്ടാലും, ഉള്ളിന്റെ ഉള്ളില് രണ്ടായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മുനാഫിക്കായി കഴിഞ്ഞാൽ തീർന്ന് കഥ തീർന്ന്, അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ. അപ്പോ അത്തരക്കാരെ കൊണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടു നടന്ന് തലയിൽ വെച്ച് നടന്ന് നിങ്ങൾ ആരെയാണ് അധിക്ഷേപിക്കാൻ പരിഹസിക്കാൻ ആളുകളെ കൂലി കൊടുത്ത് ഇറക്കി വിടുന്നത് എന്നുള്ളത് ഈ ആളുകൾ ഒന്ന് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പുറത്ത് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയാണ്, ഒന്ന്. രണ്ട്, ആ സമസ്തയെ നയിക്കുന്ന അള്ളാഹുവിന്റെ ആലിമീങ്ങളായ ഔലിയാക്കളായ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാര് അവരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നതെങ്കിൽ, ആ പണ്ഡിതന്മാര് പ്രതിനിധാനം ചെയ്യുന്ന സമസ്തയെയാണ് നിങ്ങൾ പരിഹസിക്കുന്നതെങ്കിൽ ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പോ ഇത്തരക്കാർ കാലാകാലങ്ങളിൽ നിരന്തരമായിട്ട് സമസ്തയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സമസ്തയുടെ യാത്രകളിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പൊ ഇന്ന് സയ്യിദുൽ ഉലമ അതിന്റെ നേതൃസ്ഥാനത്ത് വന്നപ്പോഴോ ഒന്നുമല്ല, അതിനു മുൻപും പല ഘട്ടങ്ങളിൽ ഇത്തരക്കാർ നിരവധി ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന വലിയ ചരിത്രത്തിലേക്ക് സമസ്ത കയറി നടന്നിട്ടുണ്ട്. ഈ ഒരു ചരിത്രം പറയാൻ സമസ്തക്കല്ലാതെ മറ്റാർക്കും സാധ്യവുമല്ല. അതാണ് അതിന്റെ പ്രത്യേകത, അല്ലെ? ഈ ഒരു ചരിത്രം പറയാൻ സമസ്തക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. സമസ്തക്കല്ലാതെ മറ്റാർക്കും ഇത്തരത്തിൽ ഒരു ചരിത്രം പറയാൻ ഇല്ലതാനും. ദീന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അത് സമസ്തയാണ് എന്നുള്ളതാണ്. വിമർശകർ പലരുണ്ട്. ആ ദീനില് മയപ്പെടുത്തണം, വെള്ളം ചേർക്കണം, അഡ്ജസ്റ്റ്മെന്റ് വേണം. സമസ്ത മാറ്റി നിർത്തി അങ്ങനെ നിക്ക് മാറിയിട്ട് അള്ളാഹുവിന്റെ ആലിമീങ്ങള് പണ്ഡിതന്മാര് അവരോട് വന്നിട്ട് പറയാണ് അഡ്ജസ്റ്റ്മെന്റ് വേണം. ആരാ പറയുന്നത്? പറയുന്നതും തലയെക്കെട്ട് കിട്ടിയ വ്യക്തികൾ തന്നെയാ. പക്ഷേ ആ തലയെക്കെട്ടുകള് നമുക്ക് പുറം മോടിക്ക് മാത്രമേ ആ തലക്കെട്ടുകൾ കാണാൻ കഴിയുകയുള്ളൂ. അവരുടെ ജീവിതത്തിൽ ആ തലക്കെട്ടുകൾ ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ വേഷവിധാനങ്ങൾ എന്ന് പറയുന്നത് ആലങ്കാരികമാണ്. അത്രയേ ആ കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളൂ. അപ്പോ ഇത്തരത്തിലുള്ള വിമർശകരെ കൊണ്ട് നടക്കുന്നവരോട് രണ്ടു വാക്ക് പറയാതെ പോയി കഴിഞ്ഞാൽ, ഇത്രയും കാലം കരുതിയത് ഇവനൊക്കെ ഈ സോഷ്യൽ മീഡിയകളിൽ ഇരുന്നു കൊണ്ട് അവൻ്റെതായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ പടച്ചു വിടുന്നത് എന്നാണ്. അപ്പോ അത് അങ്ങനെയല്ല. ഇവരെയൊക്കെ കൊണ്ടു നടക്കുന്നത് ഞങ്ങളാണ് എന്ന് ഇവരെ ഉറക്കെ വിളിച്ചു പറയുമ്പോ ഇവൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇവർക്കും വലിയ പങ്കുണ്ട് എന്ന് നമ്മൾ സംശയമില്ലാതെ ഉറപ്പിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോ ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ഇന്ന് ഈ സമസ്തയെ നയിക്കുന്നത് സയ്യിദുൽ ഉലമയാണ്. ആ സയ്യിദുൽ ഉലമയെ തർബിയത്ത് ചെയ്തതും സ്ഫുടം ചെയ്തതും ശൈഖുനാ ശംസുൽ ഉലമയാണ്. ശൈഖുനാ ശംസുൽ ഉലമയാണ്. ഈ രണ്ട് മഹാരഥന്മാരും ആരാണ് എന്ന് ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയില്ല. അപ്പോ തെക്ക് നിന്ന് വരുന്നവര്, അല്ലെങ്കിൽ മലബാറിലുള്ളവര്, അല്ലെങ്കിൽ വടക്ക് നിന്ന് വരുന്നവര് ആരുമാകട്ടെ, സമസ്തയുടെ മുകളിൽ കുതിര കയറാൻ ആരും ഇറങ്ങിത്തിരിക്കേണ്ട. നിങ്ങളുടെ ഈ പ്രചരണങ്ങള് അല്ലെങ്കിൽ നിങ്ങളുടെ കുരുപൊട്ടലുകൾ കൊണ്ടൊന്നും
സമസ്ത എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തെ തടുത്തു നിർത്താൻ സാധ്യമല്ല എന്നുള്ളത് ഈ ഉമ്മത്ത് തെളിയിച്ച കാര്യമാണ്. അതിനുള്ള ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത് നിങ്ങളുടെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അള്ളാഹുവിന്റെ ഔലിയാക്കള് അവരിപ്പോഴും എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും സമസ്തയോടൊപ്പം സയ്യിദുൽ ഉലമയുടെ വഴികാട്ടികളായി കൊണ്ട് മുന്നിൽ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അനിൽ മുഹമ്മദിനെ പോലെയുള്ള പല ആളുകളും അനിൽ മുഹമ്മദ് തലയിൽ കെട്ടുകെട്ടാണെങ്കിൽ തലക്കെട്ട് കെട്ടിയ ആളുകൾ അപ്പുറത്തുണ്ട്. അവരുടെ പേരുകൾ ഞാൻ സൂചിപ്പിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് ആരൊക്കെയാണെങ്കിലും പട്ടിക്കാട് നിന്ന് ബിരുദമെടുത്ത് ഇറങ്ങിയ ആളുകളാണെങ്കിലും ശരി, അവരൊക്കെയാണ് സമസ്തയോട് വന്നിട്ട് അഡ്ജസ്റ്റ്മെന്റ് വേണം, മയപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അത് സമസ്തക്ക് അങ്ങനെ മയപ്പെടുത്താനുള്ള അവകാശമില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ച ദീന് അത് സമസ്ത ഇങ്ങനെ ഒരു പോറലും ഏൽക്കാതെ കൊണ്ടു നടക്കുന്നു എന്ന് മാത്രം. സമസ്ത അതിന്റെ കസ്റ്റോഡിയനാണ്. അതിൽ കൈകടത്താൻ സമസ്തക്ക് അവകാശമില്ല. അത് അള്ളാഹുവിന്റെ ആലിമീങ്ങൾ ചെയ്യുകയുമില്ല. അതുകൊണ്ട് ഈ സമസ്ത എന്ന് പറയുന്ന മലവെള്ളപ്പാച്ചിലിനെ തടുത്തു നിർത്താൻ ഇത്തരത്തിലുള്ള മുനാഫിക്കുകളെ കൊണ്ട് സാധ്യമല്ല. നിങ്ങളും ആ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോവുകയുള്ളൂ എന്ന് മാത്രമേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ.